കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുമിച്ചാണ് ഭരണം മാറിയതും പുതിയ പൂക്കി മുഖ്യമന്ത്രിമാർ വന്നതും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മുടെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ മെനുവിൽ ബിരിയാണി ഇടം പിടിച്ചത്. ആ ഇടം പിടിക്കാൻ കാരണക്കാരനായ ആ കുഞ്ഞിനെയും ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എവിടെ? അംഗനവാടിയിൽ എന്തോ വേണ്ടേ? ഉപ്പുമാവ് മാറ്റിട്ട് പറയാം കേട്ടോ, നമുക്ക് പരാതി അറിയിക്കാം കേട്ടോ. എന്തായാലും ശംഖുവിന്റെ ഈ ബിരിയാണി ആവശ്യത്തെ തുടർന്ന് സ്കൂൾ മെനു പരിഷ്കരിച്ചിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജ് ബിരിയാണി തുടങ്ങിയ വിഭവങ്ങളും മെനുവിൽ ഉൾപ്പെടുത്തിയിരുന്നു LDF സർക്കാർ. LDF സർക്കാർ നടപ്പിലാക്കിയ മെനുവിൽ നിന്ന് UDF സർക്കാർ പിന്മാറുകയാണ്. അതായത് നമ്മുടെ സ്കൂളുകളിൽ ഇനി ചിലപ്പോൾ ബിരിയാണി കിട്ടുമെന്ന ആ പ്രതീക്ഷയുണ്ടല്ലോ, അത് വേണ്ട. വിഭവസമൃദ്ധമായ മെനു UDF സർക്കാർ അങ്ങ് വെട്ടിച്ചുരുക്കുകയാണ്. ഉച്ചഭക്ഷണത്തിൽ ചോറും 2 കറികളും ഉൾപ്പെടുത്തുമെന്നാണ് പുതിയ മാർഗരേഖ. പുതിയ സർക്കുലറിൽ സാമ്പിൾ മെനുവായി 10 വിഭവങ്ങളുണ്ട്. ചോറിനൊപ്പം കാബേജ് തോരൻ, സാമ്പാർ, ചീരത്തോരൻ, പരിപ്പ് കറി, ചെറുപയർ തോരൻ, കോവയ്ക്ക തോരൻ, ഇവയാണ് മെനു. ഇനി എന്താണ് ബിരിയാണി വെട്ടാൻ കാരണം? പൈസയില്ല, അതാണ് കാരണം. 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ദിവസം 6 രൂപ 19 പൈസയും 6 മുതൽ 8 വരെ ക്ലാസ്സിലുള്ളവർക്ക് 9 രൂപ 29 പൈസയുമാണ് അനുവദിച്ചിരിക്കുന്നത്. സാധനങ്ങളുടെ വില കൂടി. ഇത് കാരണം ഈ തുകയ്ക്ക് ചോറും കറിയും പോലും ശരിക്കും നൽകാൻ കഴിയില്ല. ഇനി അടുത്ത പൂക്കി സർക്കാർ വന്ന സംസ്ഥാനം അത് തമിഴ്നാടാണ്. നമുക്ക് അവിടേക്കൊന്ന് പോയി വരാം. ഇവിടെ വെജ് ബിരിയാണി വെട്ടുമ്പോൾ അവിടെ ഇളയ ദളപതി ചിക്കൻ ബിരിയാണി കൊടുക്കുന്നതാണ് ആലോചിക്കുന്നത്. അതായത് ചെന്നൈയിലെ സ്കൂളുകളിൽ ഇനി ചിക്കൻ ബിരിയാണി ഉണ്ടാകും ഉച്ചഭക്ഷണത്തിന്. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ മന്ത്രിയായ A. രാജ്മോഹൻ തന്നെയാണ്. ജോസഫ് C. വിജയുടെ ഒപ്പ് മാത്രം മതി ഇനി അത് യാഥാർത്ഥ്യമാകാൻ. ആഴ്ചയിൽ ഒരിക്കലായിരിക്കും ഉച്ചഭക്ഷണത്തിന് ചിക്കൻ ബിരിയാണി ഉണ്ടാവുക. അത് മാത്രമല്ല, നിലവിൽ സൗജന്യമായി നൽകുന്ന പ്രഭാത ഭക്ഷണ പദ്ധതിയുണ്ട്. അത് സെപ്റ്റംബർ മുതൽ വിപുലീകരിക്കാൻ കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കുന്നതും ആലോചിക്കുന്നുണ്ട്.